ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിസ്സ ബർഗറാണ്. നല്ലൊരു പിസ്സയുടെ ടേസ്റ്റും എന്നാൽ അതേസമയം നല്ലൊരു ബർഗറിൻ്റെ ഫീലും കിട്ടുന്ന പിസ്സ ബർഗർ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് ആദ്യമായിട്ടൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണേ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് പിസ്സയിലൊക്കെ വെക്കുന്ന അതേ ഫില്ലിങ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, പിസ്സയിലൊക്കെ വെക്കുന്ന അതേ ഷേപ്പിൽ അങ്ങനത്തെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇത് ഗ്രീൻ കളറും റെഡ് കളറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി 1 കപ്പ് കാണും. ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇതിലേക്കുള്ള ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒനിയൻ്റെയൊക്കെ ക്രഞ്ചിനെസ് പോകാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബർഗറിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ബർഗർ ബണ്ണിൻ്റെ ഒരു പോർഷനിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കുകയാണ്. ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചീസ് സ്ലൈസിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുക്കാം. ഈ ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ ചിക്കൻ കൂടുതലും ഒനിയനും ക്യാപ്സിക്കവും കുറച്ച് പോർഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് നമ്മൾ പിസ്സ സീസണിങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഈ ചീസ് സ്ലൈസും മോസറല്ല ചീസും ഒക്കെ ചേർക്കുന്നത് അവരവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതിയേ. ഇനി ആ ബർഗറിൻ്റെ ടോപ്പ് പോർഷൻ എടുത്തിട്ട് ഞാനിവിടെ പിസ്സ സോസ് തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയണൈസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് ബണ്ണ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ആ ബണ്ണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് മോസറല്ല ചീസ് വെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഇടാവുന്നതാണ്. ഈ ചീസ് വെച്ചതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇതിൻ്റെ മേലേക്കും നമുക്ക് ആ പിസ്സ സീസണിങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബർഗർ പ്രീഹീറ്റ് ചെയ്ത ഒരു കടായിലോട്ട് വെച്ച് ഒരു 2 മിനിറ്റ് ചൂടാക്കാം. പ്രീഹീറ്റ് ചെയ്ത കടായിൽ 1 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ബർഗർ മെൽറ്റായിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിസ്സ ബർഗർ റെഡി ആയിട്ടുണ്ട്.